ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഇന്നൊരു അമ്പലത്തിൽ പോകാൻ പോവാണ്. അമ്പലം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലമാണ്. പക്ഷെ ഞാൻ ഇതുവരെ അമ്പലത്തിൽ പോയിട്ടില്ല. നല്ല ഭംഗിയൊക്കെ ഉള്ളൊരു വയലിൻ്റെയൊക്കെ സൈഡിലായിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള സ്ഥലത്തുള്ളൊരു അമ്പലമാണ് കേട്ടോ. ഞാൻ ഇതുവരെ പോയിട്ടില്ല, അത് ഫസ്റ്റ് ടൈമാണ് ഞാൻ പോകാൻ പോകുന്നത്. അപ്പം ഞാൻ കരുതി ഒരു ചെറിയ വീഡിയോ ആയിട്ടൊക്കെ എടുക്കാമെന്ന്. അപ്പം ഞാൻ ദേ ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുകയാണ്, റെഡി ആയിട്ടില്ല, ഇനി മുടി കെട്ടാനൊക്കെ ഉണ്ട്. ഇപ്പോൾ സമയം ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മനു ഇന്ന് ഉച്ചയ്ക്ക് നേരത്തെ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് അവിടെ ഒന്ന് പോകാമെന്ന് കരുതി, അമ്പലത്തിലൊന്ന് പോകാമെന്ന് കരുതി. അപ്പം ഇനി അമ്പലത്തിൽ പോയിട്ട് കാണാം. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ അമ്പലം. അപ്പം നമ്മൾ വന്നത് കുറച്ച് നേരത്തെ ആയിപ്പോയി. അമ്പലം ഒരു 5:30 ആകുമ്പോഴേ തുറക്കത്തുള്ളൂ. അതുവരെ നമുക്ക് ഇവിടെയൊക്കെ വെയിറ്റ് ചെയ്യാൻ. കണ്ടില്ലേ, ഇത്ര ഭംഗിയുള്ള സ്ഥലമാണ് ഞാൻ പറഞ്ഞില്ലേ. നല്ല അടിപൊളി ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഇത് മൈനാഗപ്പള്ളിയിലാണേ. മൈനാഗപ്പള്ളി വെട്ടിക്കോട്ട് ശ്രീ മാടനട ക്ഷേത്രം. ഇപ്പോൾ ഇവിടെ വന്നത് ഞാൻ ഒരാഴ്ച കൊണ്ട് വീട്ടിൽ അടി നടത്തുവാണ്. ഇവിടെ എനിക്ക് വരണം എന്നുള്ളത്. മനു വരത്തില്ല. ഇപ്പോൾ ഇവിടെ വന്നിട്ട് മനു എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, അയ്യോ എപ്പോഴും ഞാൻ ഇതുവഴി പോയിട്ട് ഇതുവരെ ഈ അമ്പലം കണ്ടിട്ടില്ലല്ലോ, എന്ത് രസമാണ് കാണാനെന്നൊക്കെ. ഞാൻ എത്ര കാലം കൊണ്ട് വിളിക്കുന്നതെന്നറിയാമോ. ഇത് കണ്ടോ ഗൈസ്, ഇതൊരു നൊസ്റ്റാൾജിക് കാഴ്ചയല്ലേ. തുമ്പപ്പൂ, ഇത്രയും തുമ്പപ്പൂ നമ്മൾ കണ്ടാൽ തന്നെ 1-2 അവിടെ ഇവിടെ നിൽക്കുന്നതൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇത് ധാരാളം ഉണ്ട് കേട്ടോ. ഒരുപാട് ഇങ്ങനെ നിൽക്കും, നല്ല ഭംഗിയുണ്ട് അതിങ്ങനെ നിൽക്കുന്ന കാണാനല്ലേ. നല്ല മഴക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നത് ഞാൻ ഒരാഴ്ച കൊണ്ട് വീട്ടിൽ അടി നടത്തുവാണ്. ഇവിടെ എനിക്ക് വരണം എന്നുള്ളത്. മനു വരത്തില്ല. ഇപ്പോൾ ഇവിടെ വന്നിട്ട് മനു എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, അയ്യോ എപ്പോഴും ഞാൻ ഇതുവഴി പോയിട്ട് ഇതുവരെ ഈ അമ്പലം കണ്ടിട്ടില്ലല്ലോ, എന്ത് രസമാണ് കാണാനെന്നൊക്കെ. ഞാൻ എത്ര കാലം കൊണ്ട് വിളിക്കുന്നതെന്നറിയാമോ. വരത്തില്ല. ആ കാണുന്ന റോഡ് കണ്ടോ, അതിലേക്കൂടെയാണ് ഞാൻ എപ്പോഴും പോകാറുള്ളത്. സത്യം പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും പോകുന്നതാണ്, അല്ലെങ്കിൽ മാസത്തിലൊരു 3 വട്ടമെങ്കിലും ഞാൻ ഇതുവഴി പോകാറുള്ളതാണ്. ഇതുവരെ ഞാൻ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ ഒരു വ്യൂ കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്, കൊള്ളാമല്ലോ തോന്നിയിട്ടുള്ളതല്ലാതെ ഇതുവരെ ഞാൻ വന്നിട്ടില്ല. അങ്ങനത്തെ ഇന്ന് എത്രയോ നാളിന് ശേഷം ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്. ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് കേട്ടോ. ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ്. നല്ല രസമുണ്ട്. നമുക്ക് മൈൻഡൊക്കെ കുറച്ച് റിലാക്സ് ആവാനായിട്ട് വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.